89.6 FM Sargakshetra Radio Garage. സർഗക്ഷേത്ര 89.6 FM-ല് റേഡിയോ ഗാരേജിന്റെ സമയം ഇവിടെ തുടങ്ങുവാണ് കേട്ടോ. ഈ മഴക്കാലത്ത് രണ്ടുപേർ ചേർന്നാണ് ഷട്ടർ ഉയർത്തുന്നത്. ഒരാളുടെ പേര് വിനു എന്നാണ്, ഒരാളുടെ പേര് കെവിൻ. ഇതിപ്പോ ഇതിപ്പോ എളുപ്പമല്ലോ. അതെ. നേരെ മറിച്ച് ഞാൻ കെവിന്റെ പേര് പറഞ്ഞിട്ട് എന്റെ പേര് കെവിനെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ഒരു ശ്രമമാണെങ്കിലേ പലപ്പോഴും അതിന്റെ ഒരു പഞ്ചില്ലായ്മ ഫീൽ ചെയ്തതിന്റെ വെളിച്ചത്തിലാണ് ഇതിപ്പോ ഇങ്ങനെയാക്കാൻ തീരുമാനിച്ചത്. ഇപ്പൊ അത് കുഴപ്പമില്ല, പരാതികൾ കിട്ടിയത് കൊണ്ട് ഞങ്ങൾ മാറ്റി പിടിച്ചിരിക്കും. നമ്മൾ മൊത്തത്തില് മഴക്കാലം മൺസൂൺ കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിലും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പോ ഇന്ന് ശരിക്കും ഗാരേജ് ഓപ്പൺ ചെയ്യുമ്പോൾ ഗാരേജിനകത്ത് ഒരു വണ്ടിയേ ഉള്ളൂ, ഒരേ ഒരു വാഹനമുള്ളൂ. ഇന്ന് മുഴുവൻ ആ വണ്ടിയെ പറ്റി ചർച്ച ചെയ്യും. ഈ വാഹനത്തിന്റെ പ്രത്യേകതയായിട്ട് ഞാൻ വേണമെങ്കിൽ കുറച്ച് ക്ലൂസ് ഒക്കെ കൊടുക്കാൻ ഒരു ശ്രമം നടത്താം. ഓക്കെ. അപ്പോൾ അതിനകത്ത് അഡീഷണൽ ആഡ് ചെയ്യാനുള്ളത് മുഴുവൻ കെവിൻ പറഞ്ഞോളൂ. ഈ വണ്ടി, അതായത് ഈ കമ്പനി, ഈ ബ്രാൻഡ് ഈ മോഡൽ പുറത്തിറക്കി കഴിഞ്ഞപ്പോൾ ആദ്യ കാഴ്ചയിൽ കണ്ട ഒരു മനുഷ്യനും ഇഷ്ടപ്പെട്ടില്ല. ഇത് എന്തൊരു ഡിസൈൻ, ഇത് എന്തൊരു മോഡൽ, അയ്യേ ആ വണ്ടി ഒന്നും നമുക്ക് എടുക്കണ്ട കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലെ ഒരു വണ്ടിയുമായിട്ട് ഒരു തരത്തിലും ചേരാത്ത തരത്തിലുള്ള ഒരു ഡിസൈനുമായിട്ട് പുറത്തിറങ്ങി അവസാനം ആളുകൾ കണ്ട് അല്ലെങ്കിൽ വാങ്ങിയതിന്റെ വെളിച്ചത്തിൽ അതിന്റെ അകത്ത് കയറിയതിന്റെ ആ ഒരു ഇഷ്ടത്തിൽ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കി. അങ്ങനെ ഇഷ്ടപ്പെട്ട് അവസാനം കുറേയധികം മനുഷ്യരുടെ വളരെയധികം ഇഷ്ടമുള്ള വാഹനമായി മാറിയ ഒരു വണ്ടി. അതെ, റോഡിൽ ഇറങ്ങിയാൽ ഒരു മിനിമം 10-15 ഒരു ദിവസത്തെ യാത്രയിൽ നമ്മളുടെ യാത്ര അനുസരിച്ച് അതിന്റെ എണ്ണം കൂടാനും സാധ്യതയുള്ള ഒരു വാഹനം. അതെ. ആ ബ്രാൻഡിന്റെ പേര് പറഞ്ഞിട്ട് പാട്ട് കൊടുക്കും, അത് കഴിഞ്ഞിട്ടായിരിക്കും വണ്ടി ഏതാന്ന് പറയാൻ പോകുന്നത്. അത്രയും നേരം വണ്ടി ഏതാന്ന് ആലോചിച്ചെടുക്കേണ്ടി വരും. ഓക്കെ. ബ്രാൻഡിന്റെ പേര് മോറിസ് ഗാരേജ് MG. ഓക്കെ. MG-യിൽ നിന്ന് പുറപ്പെട്ട, ആദ്യം ആർക്കും ഇഷ്ടപ്പെടാതിരുന്ന പിന്നീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വണ്ടി ഗാരേജിലുണ്ട്. റേഡിയോയിൽ പാട്ട് വരും. പാട്ടുകൾക്ക് ശേഷമാണ് അവനെ നമ്മൾ പുറത്തേക്ക് അവതരിപ്പിക്കാനായി കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM Sargakshetra Radio Garage. റേഡിയോ ഗാരേജില് മോറിസ് ഗാരേജിൽ നിന്ന് പുറപ്പെട്ട ആദ്യ നാളുകളിലെല്ലാം ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാതിരുന്ന, പിന്നീട് അങ്ങോട്ടേക്ക് ഇഷ്ടപ്പെട്ട് പല വീടുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മികച്ച മനോഹരമായ ഒരു വാഹനമുണ്ട് ഇവിടെ. ഈ വാഹനത്തെ രണ്ടുപേർ ചേർന്നാണ് ഗാരേജിന്റെ പുറത്തേക്ക് എത്തിക്കുന്ന രണ്ടുപേരിൽ ഒരാൾ വിരുവാണ്, ഒരാൾ കെവിനാണ്. അതെ. ഓക്കെ. ഇനിയിപ്പോ വാഹനം ഏതാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഒത്തിരി പേർ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒത്തിരി പേർ വീടുകളിലിരുന്ന് പറയുന്നുണ്ട്. വണ്ടി ഓടിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം വാഹനത്തിനകത്തിരുന്ന് ഈ പേര് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, കാരണം എല്ലാവർക്കും പിടികിട്ടി. അപ്പൊ അങ്ങനെ വാഹനം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. MG വിൻസർ ആണ്. ഉറപ്പായിട്ടും വിൻസറിന്റെ പ്രത്യേകതകളും, അല്ലെങ്കിൽ വിൻസർ കയ്യിൽ വെച്ച് ഒത്തിരി കാലം, ഒരു 4 മാസക്കാലം ഓടിച്ചതിന്റെ വെളിച്ചത്തിൽ വിൻസറിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് ഇന്നത്തെ ചർച്ചയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 4 മാസത്തെ വിൻസർ അനുഭവങ്ങളിലൂടെ റേഡിയോ ഗാരേജ് മുന്നോട്ട് നീങ്ങുകയാണ്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM Sargakshetra Radio Garage. റേഡിയോ ഗാരേജിലെ വിൻസറിനെ പറ്റി തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിനുവും കെവിനും ഉണ്ട്. നമ്മൾ വിൻസറിനെ പറ്റി ഇന്ന് കൂടുതലായിട്ട് ചർച്ച ചെയ്യാൻ കാരണം കുറെ അധികം പേര് വിൻസർ വാങ്ങിക്കാനുള്ള ആലോചനയിൽ നിൽക്കുന്നുണ്ടാകും. അവർക്ക് ഉറപ്പായിട്ടും ഗുണം ചെയ്യും ഈ ചർച്ച. അങ്ങനെ പറയാൻ കാര്യം, ഒരു 4 മാസമായിട്ട് വിൻസർ പലതരത്തിലും ഓടിച്ച് ചാർജ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, കൂടുതൽ ചാർജായി പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും, എത്ര ദൂരം ഓടും, വണ്ടിക്കകത്ത് എന്തൊക്കെയുണ്ട് എന്ന് വേണ്ട ഇഴകേറി പരിശോധിച്ചതിന്റെ വെളിച്ചത്തിൽ ഇരിക്കുന്ന ആളാണ്. ഞാനിതുകൊണ്ട് ലോങ് ഒക്കെ പോയി, ദൂരയാത്ര പോയി. ഓ, ചെയ്യാനൊന്നുമില്ല, ഇനി ഒന്നുമില്ല, എല്ലാം കംപ്ലീറ്റ് ചെയ്തത് കൊണ്ടാണ് വണ്ടി തിരിച്ചു കൊടുക്കുന്നത്. എവിടെ നിന്നാണ് വണ്ടി വന്നത്? വണ്ടി ബാംഗ്ലൂർ വണ്ടിയായിരുന്നു. കുറച്ചധികം നാൾ ഇപ്പോ കെവിന്റെ കൂടെ വിൻസർ യാത്ര ഞാനും നടത്തിയിട്ടുള്ളത് കൊണ്ട് പറയുവാണ്. കെവിൻ ഇതുവരെ കിട്ടിയിട്ടുള്ള വാഹനങ്ങളെല്ലാം ഇഷ്ടപ്പെട്ട് തന്നെയാണ് ഓടിച്ചതെങ്കിലും എന്തോ വിൻസറിനോട് ഒരു കൂടുതൽ ഇഷ്ടവും അടുപ്പൊക്കെ ഉണ്ട്. പൈസ പെട്രോൾ അടിക്കണ്ടല്ലോ. ഒരു മാസത്തെ മൊത്തത്തിലുള്ള പെട്രോളിന് വേണ്ടി മുടക്കുന്ന കാശ് മുഴുവൻ പോക്കറ്റിലാകുകയും അതിനു മാത്രം ഒന്നും ഇലക്ട്രിക് ബില്ല് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആരും ഇഷ്ടപ്പെട്ടു പോകും വിൻസറിനെ. അതായത് യൂഷ്വലി എന്റെ ഒരു മാസത്തെ ബില്ല് ഒരു 600-700 ആയിരുന്നു. ഞാനൊരു സിംഗിൾ അപ്പാർട്ട്മെന്റിലാണ്. ശരി. എന്റെ ഒരു മാസത്തിലെ ബില്ല് അത്രയാണ്, കറണ്ട് ബില്ല് അത്ര വരുന്നത്. ഈ ഒരു വണ്ടി വന്നതിന് ശേഷം ഒരു മാസത്തെ ബില്ല് തന്നെ ഞാൻ പറയാം. എന്റെ ഇപ്പോഴത്തെ ഒരു 1 മന്തിലെ കറണ്ട് ബില്ല് 3500 ആണ്. 3500 രൂപയാണ് ഒരു മാസത്തെ കറണ്ട് ബില്ല് വന്നിരിക്കുന്നത്. അതായത് ഒരു 800-900 രൂപ മാറ്റി വെച്ചാൽ പോലും എനിക്ക് 2500-2800 രൂപയാണ് ഈ ഒരു വാഹനം വന്നതുകൊണ്ട് മാത്രം വന്ന ബില്ല്. അതെ. ഓക്കെ. പെട്രോളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ 2 വീലറിന് അടിക്കുന്ന സെയിം ഫ്യൂവൽ കോസ്റ്റ് ആയിട്ടുള്ളൂ. കോട്ടയംകാരനായിട്ടുള്ള കെവിൻ കൊച്ചിയിൽ താമസിച്ച് ഇൻഫോ പാർക്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോ എങ്ങനെ വന്നാലും ആഴ്ചയിലൊന്ന് വീട്ടിൽ വന്നു പോകുന്നതിന് പോലും ഒരു 1500 മുതൽ 2000 രൂപയുടെ പെട്രോൾ അടിക്കേണ്ടിടത്താണ് മൊത്തത്തിൽ ഒരു മാസത്തെ ബില്ല് 2500 മാത്രം വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലെവല് അങ്ങേയറ്റത്താണ്, പീക്കിലാണ്. അത് നല്ലൊരു വണ്ടി, വലിയ വണ്ടി,
സൗകര്യങ്ങളുള്ള ഒരു വണ്ടി, അത് ഓടിച്ചിട്ട് പോലും ബില്ല് വരുന്നില്ല, ചെലവ് വരുന്നില്ല. എന്റെ ഓഫീസിലേക്കുള്ള ഡെയിലി യാത്രകൾ ഇതിലാണ്. ഓക്കെ. അതുപോലെ തന്നെ മറ്റ് പുറത്തു പോകുന്നതെല്ലാം. ഓഫീസിലേക്കുള്ള ഡെയിലി യാത്ര എന്ന് പറയുമ്പോൾ ഞാനത് ആഡ് ചെയ്യുവാണ്. കെവിൻ താമസിക്കുന്നത് കലൂർ സ്റ്റേഡിയത്തിന്റെ ഒരു സൈഡിലുള്ള ഒരു ഏരിയയിലാണ് കേട്ടോ. അവിടുന്ന് കെവിൻ ജോലി ചെയ്യുന്നത് കാക്കനാടാണ്. എല്ലാ ദിവസവും എറണാകുളത്തെ പ്രധാന ട്രാഫിക് എല്ലാം കടന്നാണ് ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നതും വരുന്നതും. ദൂരം കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണെങ്കിലും എറണാകുളത്തെ ഒരുമാതിരി എല്ലാ തിരക്കുകളിലൂടെയും പോയിട്ട് വന്നതിന്റെ വെളിച്ചത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ട് പോലും കറണ്ട് ബില്ല് ഇത്രേ ആകുന്നുള്ളൂ. അതൊരു വല്ലാത്ത, നമ്മളെ ഇപ്പൊ തന്നെ ഇതങ്ങ് എടുത്തേക്കാം, ഇത് എടുത്തിട്ട് 1 വർഷം നമ്മൾ സേവ് ചെയ്യുന്ന പൈസ ഉണ്ടെങ്കിൽ അതുകൊണ്ട് വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പോലും ആലോചിച്ചു തുടങ്ങേണ്ട സമയമാണ്. അതെ, സത്യം പറഞ്ഞ ഒരു കഞ്ഞി കുടിക്കാൻ പോവാണെങ്കിലും ഞാനിപ്പോ ഇതിലാണ് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ വിൻസർ ഇല്ലാതെ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. Radio Garage. റേഡിയോ ഗാരേജില് വിൻസർ ചർച്ചകളാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ എന്തായാലും MG വളരെയധികം പ്രതീക്ഷയോടെ നിരത്തിൽ ഇറക്കിയിട്ട് ആദ്യം ഈ വിൻസർ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ. ഇഷ്ടപ്പെടാതിരുന്നത് എന്തുകൊണ്ടൊക്കെ ആയിരിക്കും? അതിന്റെ ഡിസൈൻ അങ്ങനെയായിരുന്നു. ഓക്കെ. അന്ന് വരെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇല്ലാത്ത ഒരു കൈൻഡ് ഓഫ് ഡിസൈൻ ആയിരുന്നു. പക്ഷെ അത് ലോകത്തിലെങ്ങും ഇല്ലാത്ത ഡിസൈനും അല്ല. ഇത്തരം ഡിസൈനുകൾ ഉണ്ട്. അതെ, അത് ഇന്ത്യൻ മാർക്കറ്റിന്റെ ഒരു പ്രത്യേകതയാണ്. ചിലപ്പോൾ ചില വാഹനങ്ങൾ, ഇപ്പോൾ MG കോമറ്റ് എന്ന് പറയുന്ന വാഹനം, ഓക്കെ, അങ്ങനെയുള്ള അതിന്റെ ഒരു ലാർജർ വേർഷൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്, സംഭവമാണ് ഈ ഒരു വിൻസർ. ഓക്കെ. അപ്പൊ അതൊക്കെ പുറത്തുള്ള വാഹനങ്ങളാണ്. എന്നാൽ ഒരു അമേരിക്കൻ അല്ലെങ്കിൽ യൂറോപ്യൻ ഡിസൈൻ ഒക്കെയാണ് പിടിച്ചിങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇത് പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, നമ്മളൊക്കെ ഇപ്പൊ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ചെറുപ്പകാലം ഒരു 1ാം ക്ലാസ് 2ാം ക്ലാസ് അല്ലെങ്കിൽ 4ാം ക്ലാസ് വരെയുള്ള ഒരു പ്രായം ഒന്ന് ആലോചിക്കണം. ആ സമയത്തൊക്കെ നമ്മൾ ഇപ്പൊ എന്റെയൊക്കെ പ്രായത്തിൽ നമ്മൾ സ്ലേറ്റിലാണ് എഴുതിക്കൊണ്ടിരുന്നത്. സ്ലേറ്റ് മാറി ഇപ്പൊ പുസ്തകങ്ങളിലാണ്, അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ. നമ്മള് പുസ്തകങ്ങളിൽ പെൻസിലിൽ എഴുതിയിട്ടുണ്ട്, അത് കഴിഞ്ഞ് പേനയിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഡയറക്റ്റ് ചിലപ്പോൾ പേനയിലായിരിക്കും കുട്ടികൾ എഴുതി തുടങ്ങുന്നത്. എങ്ങനെ വന്നാലും പടം വരയ്ക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ വാഹനങ്ങൾ വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഒരുപക്ഷെ ഒരു 3/4 ആൺകുട്ടികൾ. പണ്ടത്തെ കാലത്താണ്. ഇപ്പൊ പെൺകുട്ടികൾ എല്ലാവരും ഒരുപോലെ വരയ്ക്കും. അപ്പൊ അതിൽ നമ്മൾ വരച്ചിട്ടുള്ള കാർ ഇഷ്ടമാണെങ്കിൽ, കാർ എന്ന് പറഞ്ഞ് നമ്മൾ വരച്ചിട്ടുണ്ടാകുക എല്ലാം ഒരു സെഡാൻ കാർ ആയിരിക്കും. നമ്മൾ അംബാസിഡർ മനസ്സിലേക്ക് എടുക്കുക. അതായത് ഈ കുറച്ച് ഭാഗം താഴ്ന്നിരിക്കും, അല്പം പൊങ്ങിയിരിക്കും, പിന്നെ അപ്പുറത്തെ ഭാഗം താഴ്ന്നിരിക്കും. ഇങ്ങനത്തെ വരകളാണ് നമ്മളുടെ ജീവിതത്തിലെ ആദ്യകാലത്തെ കാർ വരകളെല്ലാം. ഇത് എല്ലാവരുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നതാണ്. ഇത് ശരിക്കും കുട്ടിയായിരിക്കുമ്പോൾ മാത്രമല്ല, മുതിർന്നപ്പോഴും മുന്നോട്ട് പോയപ്പോഴും എല്ലാം കാർ ഇങ്ങനെ ആകണം. അല്ലെങ്കിൽ സെഡാനിൽ നിന്ന് അല്പം മാറി ഹാച്ച് ബാക്കുകൾ വന്നെങ്കിലും ഇതിനപ്പുറത്തേക്ക് ഈ ഒരു ടോട്ടൽ ഡിസൈനെ പൊളിച്ചെഴുതുന്ന ഒരു സംഭവം നമ്മൾ അംഗീകരിക്കില്ല. കാരണം നമ്മളുടെ സങ്കല്പത്തിൽ അങ്ങനെ ഒരു വണ്ടിയില്ല. അപ്പോഴാണ് മോറിസ് ഗാരേജിൽ നിന്ന്, അതായത് MGയിൽ നിന്ന് ഇങ്ങനെ ഒരു വണ്ടി വരുന്നത്. ഇത് വിപ്ലവകരമായ തീരുമാനമായിരുന്നു അവരുടെ. പക്ഷെ ആദ്യം ചിലപ്പോ MG ഒന്ന് പേടിച്ചിട്ടുണ്ടാവും. MG പേടിക്കാൻ ഉള്ള രണ്ടാമത്തെ കാരണം ഇലക്ട്രിക് എന്നുള്ള ഒരു ഇതിലാണ് വണ്ടി വന്നത്. ഓക്കെ. അതായത് ഇതിനു മുന്നേ ZS-EV എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹാച്ച് ബാക്കിലാണ് അവർ EV കൊണ്ടുവന്നത്. അതിനുശേഷമാണ് വിൻസർ വന്നത്. ഓക്കെ. ZS-EV ആണ് ഇന്ത്യയിലെ ഒരു അത്യാവശ്യം നല്ല സക്സസ് ആയിട്ടുള്ള ഒരു EV. അതിനുശേഷമാണ് വിൻസർ. ഇപ്പൊ ZS-EV കടത്തിവെട്ടി, വിൻസർ മാത്രമേ ഉള്ളൂ. വിൻസർ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങി. ഈ വാഹനം ഇത്ര ഹിറ്റ് ആകാൻ കാര്യം ഇത് ഇലക്ട്രിക് ആയതുകൊണ്ട് മാത്രമാണ്. ഇതൊരു പെട്രോൾ എഞ്ചിനോ ഡീസൽ എഞ്ചിനോ ആയിരുന്നെങ്കിൽ ആരും ഈ വണ്ടി എടുക്കില്ല. ആരും ഈ പരിസരത്തേക്ക് പോലും വരില്ലായിരുന്നു. ഏറ്റവും വലിയ പ്രത്യേകത ഇലക്ട്രിക് ആയതുകൊണ്ടാണ്. പക്ഷേ ഇലക്ട്രിക് ആയതുകൊണ്ട് മാത്രം ഇത് വണ്ടി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഈ വണ്ടിയുടെ ഫീച്ചേഴ്സ് കണ്ട് ഇഷ്ടപ്പെട്ടും വാഹനം എടുക്കാം, സ്പേസ് കണ്ടെടുക്കാം. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ. കാരണങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. റേഡിയോയിൽ പാട്ടാണ് വരുന്നത്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. Radio Garage. റേഡിയോ ഗാരേജില് വിൻസർ ചർച്ചകളാട്ടോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും MG വളരെയധികം പ്രതീക്ഷയോടുകൂടി നിരത്തിൽ ഇറക്കിയപ്പോൾ ഒത്തിരി ഇടങ്ങളിൽ നിന്ന് നല്ല റെസ്പോൺസ് ആദ്യമേ കിട്ടിയില്ലെങ്കിലും MG പതറി തിരിച്ചു പോകാതെ, അല്ലെങ്കിൽ MGക്ക് അറിയായിരുന്നു ഇത് അവസാനം നമ്മുടെ കയ്യിൽ തന്നെ തിരിച്ചെത്തുമെന്ന്. അങ്ങനെ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു തുടങ്ങി. ഇപ്പോ കെവിൻ പറഞ്ഞതുപോലെ നമ്മളൊന്ന് പുറത്ത് കറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ വണ്ടി ഓടിച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഇതേ ഒരു വിൻസർ പോണ് എന്ന് പറയാൻ പാകത്തിന് വിൻസർ റോഡുകളിലേക്ക് എത്തി. എന്താണ് കെവിൻ, ഒരാൾ വിൻസർ എടുക്കണമെങ്കിൽ എന്തുകൊണ്ട് അയാൾ വിൻസർ എടുക്കണം? ഒന്നാമത്തെ കാര്യം ഇലക്ട്രിക് ആണ്. ഓക്കെ. അതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ്. അതെ. രണ്ടാമത്തേത്, ഇന്നിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു പ്രൈസ് പോയിന്റിൽ പറയുന്ന റേഞ്ച് കറക്റ്റ് ആയിട്ട് പക്ക റേഞ്ച് ആയിട്ട് കിട്ടുന്ന ഒരു വണ്ടി ഇത് മാത്രമാണ്. വേറെ ഇല്ല. ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊ 350 പറയും, 300 കിട്ടും, അല്ലെങ്കിൽ 280 കിട്ടും. അതെ. വിൻസറിനെ പറ്റി പൊതുവെ പണ്ട് മുതലേ പറഞ്ഞു കേട്ടിട്ടുള്ളത് പറഞ്ഞത് കിട്ടും. ഒരുപാട് കയറ്റി പറയുന്ന പരിപാടി ഇല്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. 2 ബാറ്ററി പാക്ക് വരുന്നുണ്ട്. 38 കിലോ വാട്ടും അതുപോലെ തന്നെ
അതിന് മേലുള്ള ഒരു ബാറ്ററി പാക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു ഏറ്റവും ഷോർട്ട് റേഞ്ച് ലോങ് റേഞ്ച് എന്നാണ് MG തന്നെ വിളിക്കുന്നത്. ഷോർട്ട് റേഞ്ചിൽ 320 കിലോമീറ്റർ കറക്റ്റ് കിട്ടും. 320 എന്ന് MG പറഞ്ഞാൽ 320 കിട്ടും. ലോങ് റേഞ്ചിലേക്ക് വരുമ്പോൾ ഒരു 450 അടുത്തുള്ള റേഞ്ചാണ് കിട്ടുന്നത്. അതിലാണ് ADAS കാര്യങ്ങളൊക്കെ വരുന്നത്. അതാണ് രണ്ടാമത് ഇറക്കിയ മോഡൽ. വിൻസറിന്റെ പ്രോ എന്ന് പറയുന്ന വെർഷൻ ആണത്. ഞാൻ കഴിഞ്ഞ 4 മാസം ഉപയോഗിച്ചത് ഷോർട്ട് റേഞ്ച് വെർഷൻ. ആദ്യമായി വിൻസർ ഇന്ത്യയിൽ അവതരിപ്പിച്ച ആ ഒരു ഷോർട്ട് റേഞ്ച് 320 കിലോമീറ്ററിന്റെ വാഹനമാണ്. 320ന്റെ ഫുൾ ഓപ്ഷൻ ആണ് കെവിൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ളത്. ഞാനപ്പോ അതിന്റെ ഫീച്ചേഴ്സ് ഒരു അറ്റം മുതൽ ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് സ്മാർട്ട് ഫോൺ ഒക്കെ ഇറങ്ങിയ കാലത്ത് അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിന്റെ ആദ്യ ഒരു വരവുണ്ടായല്ലോ, ഒരു വമ്പൻ വരവ്. ആ വരവിലൊക്കെ പല കമ്പനികളുടെയും ഫോണുകൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് പഠിക്കാൻ കുറച്ചധികം നാളെടുക്കും. പിന്നെ ആരെങ്കിലൊക്കെ വിളിച്ചൊക്കെ ചോദിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ ചെയ്തിട്ട് അതിന് ആ കീ എവിടെ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഓപ്ഷൻ എവിടെയാണ്. ഇതുപോലെയാണ് വിൻസർ കൈ കിട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് എങ്ങനെ ഈ വണ്ടിയുടെ ഓപ്പറേഷൻസ് നമ്മളൊന്ന് പഠിച്ചെടുക്കുമെന്ന്. അതാണ് ഈ ഒരു വാഹനത്തിന്റെ മറ്റൊരു പ്രശ്നം. കുറെ അധികം കാര്യങ്ങളെല്ലാം ഈ ഒരു ടച്ച് സ്ക്രീനിലാണ്. ടച്ച് സ്ക്രീനിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജില് നമ്മള് വിൻസറിന്റെ സൗകര്യങ്ങളെ പറ്റി തന്നെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിൻസറിന്റെ സ്ക്രീനിലെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ വേണ്ടി ഒത്തിരി സമയമെടുക്കുമെന്നും, അല്ലെങ്കിൽ അങ്ങനെ എല്ലാവർക്കും എല്ലാം പഠിച്ചെടുക്കാൻ പറ്റൂലെന്നൊക്കെയാണ് കെവിൻ പറയുന്നത്. അപ്പോ എന്താണ് കെവിൻ അവസ്ഥ? ഇതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്ക്രീനാണ്. അതായത് ലാമ്പ് ഓൺ ആക്കണമെങ്കിൽ, ഓഫ് ആക്കണമെങ്കിൽ, അതിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ, മിറർ ക്ലോസ് ചെയ്യണമെങ്കിൽ, സൺറൂഫ് ഓപ്പൺ ചെയ്യണമെങ്കിൽ, ഇങ്ങനെയുള്ള ഒട്ടുമിക്ക പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു സ്ക്രീനിലാണ്. ഞാൻ ഓർക്കുന്നത് എന്നെ പോലെ ഈ സ്മാർട്ട് ഫോൺ പോലത്തെ കാര്യങ്ങളിൽ ഒരു പരിധിക്കപ്പുറം കാര്യങ്ങൾ പഠിക്കണ്ട, അത്യാവശ്യം കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി എന്ന് വാശി പിടിക്കുന്ന മനുഷ്യർക്ക് ഒരിക്കലും ഈ വണ്ടി വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് ബുദ്ധിമുട്ടാണ്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് തിരിച്ചു വരാനല്ലാതെ എന്നെ പോലത്തെ ഒരാൾ ഈ വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ടച്ചിനെടുത്ത് പഠിക്കാതെ ഒരു പരിപാടി നടക്കില്ല. അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത്, ഇത് നല്ല സൈസുള്ള ഒരു വാഹനമാണ്. ഇപ്പൊ എവിടെങ്കിലും ഒന്ന് കൊണ്ടുപോകുന്ന സമയത്ത്, എസ്പെഷ്യലി എറണാകുളം സിറ്റിയിലെ ട്രാഫിക്കിന്റെ ഇടയ്ക്കൊക്കെ പോകുന്ന സമയത്ത് ഇതിന്റെ മിറർ ഒന്ന് ഫോൾഡ് ചെയ്യണമെങ്കിൽ, ഇത് അറിയാത്ത ഒരാളാണെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. സ്വിച്ചുകൾ മാറി പരിശോധിക്കാൻ അങ്ങനെ സ്വിച്ച് നിരത്തി വെച്ചിട്ടുള്ള ഒരു പാനലൊന്നും ഈ വണ്ടിക്കകത്ത് ഇല്ല. എവിടെ ഇതിന്റെ സ്വിച്ച് ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരിടത്ത് ഒന്നും കാണാൻ പറ്റില്ല. അതാണ് ഇതിന്റെ വേറൊരു അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. അത് അന്ന് ഈ വാഹനം ലോഞ്ച് ചെയ്ത സമയത്ത് മുതൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അത് കെവിനൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് മാറാത്തതുകൊണ്ടല്ല അങ്ങനെ ചിന്തിക്കുന്നത്. ഇപ്പോ ഒരു അമേരിക്കൻ ഡിസൈനും അല്ലെങ്കിൽ യൂറോപ്യൻ സ്റ്റൈലിലൊക്കെ വണ്ടികളോട് വരുമ്പോൾ അവിടെയുള്ള കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനല്ല അവർ ശ്രമിക്കുന്നത്. പക്ഷെ ഇത് ഇന്ത്യയാണ്, ഇവിടെ ഇങ്ങനെയാണ്. ഞങ്ങള് സ്വിച്ച് ഞെക്കി മാത്രമേ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളൂ, അതങ്ങനെ ഞങ്ങൾ ചെയ്യുള്ളൂ. അല്ല, അതൊരു വാഹനത്തിന്റെ ബേസിക് ആയിട്ടുള്ള കുറെ അധികം കാര്യങ്ങളുണ്ട്. അത് അങ്ങനെ തന്നെ വേണം, സ്വിച്ച് തന്നെ വേണം. അതിപ്പോ ഒരാൾക്ക് ഒന്ന് അത്യാവശ്യത്തിനൊന്ന് കൈമാറി ഓടിക്കേണ്ട സാഹചര്യം വന്നാലൊക്കെയാണ് വൻ ലോക്കിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അത് അപകടത്തിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. വേറെ പ്രശ്നം ഞാൻ പറയാം, ഈ ഒരു മിറർ, സൈഡ് വ്യൂ മിറർ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ പോലും സ്ക്രീനും ഈ ഒരു ഫിസിക്കൽ ബട്ടണുമാണ്. അതായത് നോർമലി നമ്മളുടെ ആ ഒരു ഡോറിലാണല്ലോ അതിന്റെ ബട്ടൺ, അങ്ങനെ ഒരു ബട്ടൺ ഇല്ല. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. മൊത്തത്തിൽ ഈ വിൻസർ അറിയുന്തോറും ആഴം കൂടുന്ന വലിയ സാഗരമാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. എന്തായാലും പാട്ട് വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. ഗാരേജിലെ നമ്മള് വിൻസറിനെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വിൻസറിന്റെ ഇപ്പോ കെവിൻ പറഞ്ഞതുപോലെ തന്നെ സ്വിച്ചുകളുടെ എണ്ണം കുറവാണ്, അതെല്ലാം സ്ക്രീനിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് എന്ന് പറഞ്ഞു. അതിനെ ഗുണമാക്കിയെടുത്തവരും ദോഷമാക്കിയെടുത്തവരും ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് കെവിൻ വിൻസറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, അത് ഇലക്ട്രിക് ആണെന്നും അല്ലെങ്കിൽ കൂടുതൽ റേഞ്ച് കിട്ടുമെന്നും അല്ലെങ്കിൽ ഈ വിലയിൽ കിട്ടുന്ന ഏറ്റവും വില കുറഞ്ഞ വാഹനമാണിത്, ഇതൊന്നുമല്ല. ഞങ്ങള് 6 അടി ഹൈറ്റുള്ള മനുഷ്യർക്ക് പുറകിലും മുൻപിലുമൊക്കെ കാല് വളരെയധികം നീട്ടിവെച്ചിരിക്കാനും അല്ലെങ്കിൽ ഒരു തരത്തിലും മുട്ടൊരിടത്ത് ഇടിക്കാത്ത രീതിയിൽ ആസ്വദിച്ചിരിക്കാനും പറ്റുന്ന ആവശ്യത്തിന് ഉയരമുള്ള അല്ലെങ്കിൽ വീതിയുള്ള ഒരു വണ്ടി എന്ന നിലയ്ക്കാണ് വിൻസറിന് ഇഷ്ടപ്പെട്ടത്. ഇതിന്റെ ഒരു സീറ്റിന്റെ അറേഞ്ച്മെന്റ്സിനെ പറ്റി കെവിൻ എന്താണ് പറയാനുള്ളത്? സീറ്റിന്റെ അറേഞ്ച്മെന്റ് മാത്രമല്ല, ഈ ഒരു വാഹനത്തിലെ സ്പേസ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇത്ര സ്പേസ് ഉള്ള ഒരു വണ്ടി ഈ സെഗ്മെന്റിലേ ഇല്ല. നമ്മള് കെവിൻ വിൻസറുമായിട്ട് ഒരു ലോങ് റൈഡ് പോകാൻ തീരുമാനിച്ചിട്ട് വീട്ടിൽ നിന്ന് അത്യാവശ്യം ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് കുറച്ച് ബാക്ക് പാക്കും പരിപാടികളൊക്കെ ആയിട്ട് വണ്ടിക്കകത്ത് വെച്ച് കഴിഞ്ഞാലും സ്ഥലം പിന്നെ ബാക്കി കിടക്കോ. പിന്നെ നമ്മൾ വേണമെങ്കിൽ അങ്കിളിന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് പറിച്ചെടുത്ത ചക്ക, വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത കരിമീൻ എന്ന് വേണ്ട
ഒരു അത്യാവശ്യം ഒരു കുന്ന് സാധനങ്ങൾ കയറ്റിയാലും പിന്നെയും വിൻസറോറിന്റെ സ്ഥലം കുറച്ചൊരു ബാക്കിയുണ്ട്, എന്തെങ്കിലും കൂടി കയറ്റിക്ക് വന്നു. അതാണ് ഈ ഒരു വാഹനത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഈ പുറത്തുനിന്ന് കാണുമ്പോൾ ഇതിന്റെ ഡിസൈൻ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അകത്ത് കയറുമ്പോൾ ഒരു ലോഡ് സ്പേസ്. മനസ്സിലായി. എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം കൂടി പറഞ്ഞേക്കാം. നമ്മൾ ഇന്നലെ വിൻസറിന്റെ സ്പേസിനെ പറ്റി പറഞ്ഞു പോകണം. ഫ്രണ്ടിലെ ഡാഷ്ബോർഡ് ഉണ്ടല്ലോ, നമ്മൾ വണ്ടിക്കൊക്കെ തിരിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വാഹനത്തിലും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല നമുക്കൊരു ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് നമ്മളുടെ കയ്യിൽ വേറെ കുറച്ച് പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ അത് വെക്കാം. പരന്നിങ്ങനെ വിശാലമായി കിടക്കുകയാണല്ലോ, ഡെസ്ക് പോലെ വെച്ചിരിക്കും. നമ്മള് കറക്റ്റാണ്. ഒരു കോളേജിൽ പഠിക്കുമ്പോൾ മുന്നിൽ കിടക്കുന്ന ഡെസ്കിൽ നമ്മൾ എന്തൊക്കെ നിരത്തി വെക്കാറുണ്ടോ അതെല്ലാം നിരത്തി വെച്ചിട്ട് ഒരു ഓഫീസായിട്ടോ അല്ലെങ്കിൽ ഒരു കാരവാനായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. സൈഡില് കപ്പ് ഹോൾഡർ ഉണ്ട്. അതെ, കപ്പ് ഹോൾഡർ ഉണ്ട്, അത് നോക്കിയിരിക്കാം. പിന്നെ ചുറ്റും മൊത്തത്തിൽ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ആ മൂൺ റൂഫ് തുറന്നിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം വെളിച്ചത്തിൽ ഇരുന്ന് വർക്ക് ചെയ്ത് ആസ്വദിച്ച് പോകാം. പിന്നെ ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ പെട്രോൾ തീർന്നു പോകുന്ന പേടിയൊന്നും വേണ്ട. അത്യാവശ്യം AC ഒക്കെ ഇട്ടിരുന്ന് തന്നെ വർക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം. അതിന് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു ഫ്രണ്ടിൽ അങ്ങനത്തെ ഒരു ഡെസ്ക് പാറ്റേണിലുള്ള ഒരു ഡാഷ്ബോർഡ് കൊടുക്കാനായിട്ടുള്ള ഒരു കാരണം ഞാൻ പറയാം. ഞാൻ ഇതുകൊണ്ട് ലോങ് ഡ്രൈവ് പോയ സമയത്ത് നമ്മൾ ചാർജിങ് സ്റ്റേഷനിൽ പോയി വാഹനം കുത്തിയിട്ട് ചാർജ് ചെയ്യുമല്ലോ. ആ സമയത്ത് നമ്മുടെ സമയം കളയാൻ വേണ്ടിയിട്ട്, അതൊരു അരമണിക്കൂറോ അല്ലെങ്കിൽ 45 മിനിറ്റ് 50 മിനിറ്റ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ 10% നിന്ന് 100% ആകാൻ എടുക്കുന്ന സമയം ചാർജിങ് ടൈം. ആ ടൈമിൽ ഇപ്പൊ ഞാനൊരു വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ഒരു ടൈമിൽ വേണമെങ്കിൽ എനിക്ക് മീറ്റിംഗ്സോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഇരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു ഡെസ്ക് രീതിയിലായിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് കൊടുത്തിരിക്കുന്നതെന്നാണ് എന്റെ മനസ്സിലാക്കൽ. ഞാൻ വേണമെങ്കിൽ ഇതിനെ ഒരു നാടൻ ഉദാഹരണത്തിലേക്ക് എത്തിക്കാം. നമ്മൾ വീടിന്റെ വരാന്തയിൽ, അതിരാവിലെ എടുത്ത് വീടിന്റെ വരാന്തയിൽ ഇരിക്കുന്നു. വരാന്തയിൽ ഒരു അരമതിലുണ്ട്, അതിന്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു കസേര, ഒരു ചാര് കസേര കിടപ്പുണ്ടാവും. അപ്പൊ അവിടെ പത്രമൊക്കെ വന്ന് കിടപ്പുണ്ടെങ്കിൽ രാവിലെ എടുത്ത് ആ ചാര് കസേരയിൽ ഇരുന്നിട്ട് 2 കാലും എടുത്ത് അരമതിലിന്റെ പൊക്കത്ത് വെച്ചിരുന്ന് വായിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അത് കാല് ഉയർത്തി വെച്ച്, ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അതൊരു നല്ലൊരു രീതിയല്ല, നല്ലൊരു കീഴ്വഴക്കമല്ല. എന്നാലും പലപ്പോഴും നമ്മുടെ കാല് കസേരയിലിരിക്കുമ്പോൾ മെല്ലെ പൊങ്ങി അപ്പുറത്തിന്റെ ഒരു ഹൈറ്റ് പ്രതലത്തിലേക്ക് പോകാറുണ്ടല്ലോ. ഈ ചാർജിങ് സമയത്തൊക്കെ അല്ലെങ്കിൽ വണ്ടി എവിടെയെങ്കിലും ഒതുക്കി നമുക്കൊന്ന് ഉറങ്ങണമെന്ന് തോന്നിയാൽ ചെയർ ബാക്കിലേക്ക് വലിച്ചിട്ട് കാല് 2 പൊക്കത്ത് വെച്ചിട്ട് അത്യാവശ്യം ഒരു കട്ടിൽ എഫക്ട് കൂടി കിട്ടാൻ പാകത്തിലുള്ള ഒരു പരുവം. അത് ബാക്കിലെ സീറ്റ് നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റും. നമ്മളെ അങ്ങോട്ട് മടിയന്മാരാക്കണം വണ്ടി നമ്മളെ നന്നായിട്ട് മടി പിടിപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വണ്ടിക്കകത്ത്. ബൈക്കിലെ സീറ്റ് റിക്ലൈൻ ചെയ്തിട്ട് ഫ്രണ്ടിലെ സീറ്റ് മുമ്പോട്ട് കയറ്റിയിട്ട് നമ്മൾ ഈ ചാരുന്ന ഭാഗം ഉണ്ടല്ലോ, അതുകൂടെ ഒന്ന് ബൈക്കിലേക്ക് ഇടുകയാണെങ്കിൽ കിടന്നായിട്ട് കിടക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ കിടക്കാം. അതൊരു ചുമ്മാ കാല് വളച്ചു വെച്ചുള്ളൊരു കിടക്കലല്ല, മാന്യമായ ഒരു ഉറക്കം പാസ്സാക്കാനുള്ള കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്തുണ്ട്. നല്ല പാട്ടുണ്ട് റേഡിയോയിൽ. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജിലെ നമ്മള് വിൻസറിന്റെ മഹത്വങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മള് സാധാരണ ഏതൊരു വണ്ടിയെ പറ്റി നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഏറ്റവും അവസാന സെറ്റിലേക്ക് വെച്ചിരിക്കും വണ്ടിയുടെ കുറ്റം പറച്ചിൽ പരിപാടികൾ. കാരണം എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരാൾക്ക് എന്തൊക്കെയോ പറയുന്നത് ഈ വണ്ടി എടുത്തിട്ട് ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവരെടുത്ത് വീട്ടിൽ കൊണ്ടുവരുമ്പോ ഈ ഒരു കാര്യം മാത്രം പറഞ്ഞില്ലല്ലോ എന്ന് പറയരുത്. അപ്പൊ തുടങ്ങണം. ഇതിന്റെ വിലയും കൂടി പറഞ്ഞിട്ട് നമുക്ക് വിലയും കൂടി പറഞ്ഞിട്ടായിരിക്കട്ടെ നമ്മള് ഈ വിൻസർ എന്തുകൊണ്ട് ഒരാൾ എടുക്കരുത് എന്ന് പറയാൻ വേണ്ടി പോകുന്നത്. വില ആരംഭിക്കുന്നത് 10 ലക്ഷം രൂപ മുതലാണ്. 10 ലക്ഷം. MG ഇലക്ട്രിക് അവതരിപ്പിച്ചപ്പോൾ ബാറ്ററി ആസ് എ സർവീസ് എന്നുള്ള സ്കീം, അതായത് വണ്ടിക്ക് ഒരു വാടക ബാറ്ററിക്ക് ഒരു വാടക എന്നുള്ള ഒരു സ്കീം അവതരിപ്പിച്ചു. അത് കേരളത്തിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ 10 ലക്ഷം രൂപയ്ക്കാണ് MG സൈറ്റിൽ നോക്കുമ്പോൾ വില. അതൊരു 24, 25, 26 ലാക്സ് വരെ പോകും. ടോപ്പ് പ്രോയുടെ അതായത് ഈ ഒരു ഞാൻ ഉപയോഗിച്ച ഈ ഒരു 320 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന ഈ ഒരു വാഹനത്തിന് ഒരു 19 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഓൺ റോഡ് വരും. അത് ഫുൾ ഓപ്ഷൻ ആണ്. 19 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരും. അപ്പൊ അതാണ് ഈ ഒരു വാഹനത്തിന്റെ വില. അങ്ങനെ 10 ലക്ഷം മുതൽ അത്യാവശ്യം വണ്ടി ഒന്ന് ഓടിച്ചു നടക്കാനുള്ള ഒരാൾക്ക് 10 ലക്ഷത്തിന് വണ്ടി കിട്ടും. ബാക്കി സൗകര്യങ്ങൾ അല്പം കുറയും എന്നേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ചെയറിന്റെ ലെങ്തോ വണ്ടിയുടെ വലുപ്പമോ ഒന്നും ഒരു കുറച്ചിട്ടില്ല. അതെല്ലാം കൂടിക്കൊണ്ട് അപ്പൊ എന്തായാലും വിലയുടെ കാര്യത്തിൽ തീരുമാനമായി. ഇനി എന്തുകൊണ്ട് വണ്ടി എടുക്കരുത്? സസ്പെൻഷൻ പരാജയം. അതായത് പരാജയം എന്ന് പറയാൻ കാര്യം സസ്പെൻഷൻ ഭയങ്കര ഹാർഡാണ്. ശരി. റോഡിലെ കുണ്ടും കുഴിയും ഒക്കെ അറിയും. എന്നിട്ട് നമുക്ക് ഇങ്ങനെ മുഖ്യമന്ത്രി VD സതീശനെ വിളിച്ചിട്ട് സാർ ഈ റോഡിലെ കുഴി ഡെപ്ത് ഇത്ര മീറ്ററാണ്, ഇത്ര മില്ലിമീറ്ററാണ് എന്ന് പറയാൻ പറ്റും. അത്ര കൃത്യമായിട്ട് എല്ലാം അറിയിച്ചു തരും. അതെ. അതാണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. ഇത്രയും സത്യസന്ധത പാടില്ലെന്ന് വണ്ടിക്ക്. ഇതെല്ലാം ഞങ്ങൾ അറിയിക്കണ്ട, അത് അറിയിക്കാതിരിക്കാനാണല്ലോ. അത് MG പറയുന്നത് വാഹനത്തിന്റെ അടിയിൽ ബാറ്ററി പാക്ക് കൊടുത്തിരിക്കുന്നത് കൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഹാർഡ് സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. പറയുന്നത് ബട്ട് എങ്കിലും
മറ്റുള്ള വാഹനങ്ങൾ ഇപ്പോൾ മഹീന്ദ്രയുടെ വാഹനങ്ങളും ടാറ്റയുടെ വാഹനങ്ങൾക്കെല്ലാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണ്. ഓക്കെ, അവർക്ക് കൊടുക്കാമെങ്കിൽ MGക്കും കൊടുക്കാൻ പറ്റും. സസ്പെൻഷൻ ഹാർഡാണെന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇതിൽ കൊള്ളാവുന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ കുത്തിനിറച്ചൊന്ന് കൊണ്ടുപോയി നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ? തോന്നില്ല. ഓക്കെ, ഇനി അങ്ങനെ വ്യത്യാസം ഉണ്ടായാലും നമ്മൾ ഒറ്റയ്ക്ക് ഒരാൾ പോകുന്നിടത്ത് ഒരു കുന്നാളുകളെ കൊണ്ട് പോകാൻ പറ്റൂലല്ലോ. അതെ, നമുക്ക് അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കൊരു കുഴിയിൽ പോയി ചാടുമ്പോഴത്തെ എഫക്ട് അല്ലല്ലോ 4 പേരെ കൊണ്ട് പോകുന്നത്. പിന്നെ അപ്പൊ വളരെ പതുക്കെ പോകാൻ പറ്റുള്ളൂ. അവർക്കും ഇത്ര പ്രശ്നമാണോ ഇതിലെ സസ്പെൻഷൻ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ്. ഓക്കെ, അപ്പോ അപ്പോഴും ഇത് എടുക്കുന്നത് ഇലക്ട്രിക് ആയതുകൊണ്ടുള്ള കാരണത്തിലാണ്. നമ്മളിങ്ങനെ ഇതിനിപ്പോ ഉദാഹരിക്കാനൊന്നുമില്ല, എന്നാലും ഇതെങ്ങനെ പരിഹരിക്കുമെന്ന് അവർ ആലോചിച്ച് അടുത്ത വേർഷനൊക്കെ വരുമ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തട്ടെ. വേറെ എന്തെങ്കിലും ഒരു കുറ്റം പറച്ചിൽ വേർഷൻ? വേറെ ഒരു കുറ്റം പറച്ചിൽ പറയാനുള്ളത് ഗ്ലിച്ചസ് ഉണ്ട്. ഓക്കെ, ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വോളിയം കുറച്ചു, ഒരു ചെറിയ കട്ടർ റോഡിൽ കൂടെ ഒക്കെ പോവാണെങ്കിൽ തന്നെ വോളിയം കൂടും, കൂടി പോകും. അങ്ങനത്തെ കുറച്ച് നമ്മൾ സോൾട്ട് ആൻഡ് പെപ്പർ വണ്ടിയിലെ ആ മന്ദാകിനി ഓടി പോകുമ്പോൾ ഗട്ടർ കാണുമ്പോൾ പാട്ട് പ്ലേ ആകുന്നത് പോലെ. അതെ, അത് പത്മിനിയെ പറ്റിയാണ് പറഞ്ഞതെങ്കിൽ ഇതിപ്പോ 2026 പുറത്തിറങ്ങിയ വണ്ടിയെ പറ്റിയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വോളിയം മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ ഇതിന്റെ ബ്രൈറ്റ്നസ് കുറച്ച് കൂടുതലാണ് ഈ സ്ക്രീനിന്റെ, വലിയ സ്ക്രീനാണ്. അപ്പോൾ ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോൾ ഈ വാഹനത്തിൽ നമ്മളൊന്ന് കയറുകയാണെങ്കിലും ഭയങ്കരമായിട്ടുള്ള ഒരു പ്രകാശം ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ബ്രൈറ്റ്നസ് കുറയ്ക്കും. പിന്നെ ഒരു കുഴി ചാടുമ്പോ സമയത്ത് തന്നെ പോകും, തന്നെ കയറി വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഡിസ്പ്ലേയുടെ ഒരു സൈസ് ഒക്കെ വെച്ച് ബ്രൈറ്റ്നസും കൂടി നന്നായിട്ട് കൂടിയിരുന്നു കഴിഞ്ഞാൽ വണ്ടി പുറത്തുനിന്ന് വണ്ടിയുടെ ഹെഡ്ലൈറ്റിൽ എന്തോരം വെളിച്ചം വരുന്നുണ്ടോ ഏറെക്കുറെ അത്രയും വെളിച്ചം നമ്മളുടെ ശരീരത്തിലേക്ക്, നമ്മളുടെ കണ്ണിലേക്ക് അടിക്കാൻ പാകത്തിനൊരു പരുവായിരിക്കും. വണ്ടിക്കകത്ത് ഷൂട്ടിംഗ് നടക്കുന്നുണ്ടോ എന്ന് പുറത്തുള്ളവർക്ക് തോന്നിപ്പോകും. അങ്ങനെ ഒരു ലൈറ്റ് അപ്പ് ചെയ്തിരിക്കുന്ന പോലെ തോന്നും. നമ്മളുടെ പ്രധാനമന്ത്രി മോദിജിയുടെയും അല്ലെങ്കിൽ VD സതീശൻ സാറിന്റെ ഒക്കെ വാഹനങ്ങൾ പോകുമ്പോൾ അവരുടെ വണ്ടിയിൽ അഡീഷണൽ ചെറിയ ലൈറ്റിംഗ് ചെയ്യാറുണ്ടല്ലോ, ചില സ്ട്രിപ്പുകൾ സെറ്റ് ചെയ്യാറുണ്ടല്ലോ, അതുപോലെ തോന്നും. കെവിൻ പാസ് ചെയ്താൽ കെവിൻ വരുന്നുണ്ട് കേട്ടോ എന്ന് എല്ലാവർക്കും മനസ്സിലാവും. എപ്പോഴല്ലോ കേട്ടോ ഈ സ്ക്രീനിന്റെ ബ്രൈറ്റ്നസ് കൂടുന്നത് ചില സമയത്ത് മാത്രമേ ഉള്ളൂ. പക്ഷെ വോളിയം ഇടയ്ക്കൊക്കെ കൂടാറുണ്ട്. ഓക്കെ, ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ, ഇത്തരം പ്രശ്നങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഈ പ്രശ്നങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ 320 കിലോമീറ്റർ പക്ക റേഞ്ച് കിട്ടുന്ന വാഹനം, ചാർജിങ് ഗ്ലിച്ചസ് ഒന്നുമില്ല. ചില വാഹനങ്ങൾ ചാർജിങ് കണ്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഊരി വരത്തില്ല. ആ പ്രശ്നങ്ങളൊന്നുമില്ല. എവിടെ ചെന്നാലും ചാർജ് ചെയ്യാൻ പറ്റും. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. ഒരു പ്രശ്നവുമില്ല. മറ്റു പ്രശ്നങ്ങളോ തലവേദനകളോ ഒന്നും ഇല്ലാത്ത വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഈ പറഞ്ഞ കുറച്ച് പ്രശ്നങ്ങളല്ലാതെ വേറെ കാര്യമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു വാഹനം. ഓക്കെ, അപ്പോ എന്താണെങ്കിലും വിൻസർ അനുഭവിച്ചറിഞ്ഞതിന്റെ വെളിച്ചത്തിൽ കേട്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വലിയ ഷട്ടർ അടയ്ക്കുവാണ്. ഗാരേജിന്റെ ടൈം തീരുമ്പോൾ 2 പേർ ചേർന്നാണ് ഷട്ടർ അടയ്ക്കുന്നത്. ഒരാൾ കെവിനാണ്, ഒരാൾ വിനുവാണ്. വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് വളരെയധികം ഉത്തരവാദിത്തത്തോടും സുരക്ഷയോടും കൂടി വാഹനങ്ങൾ ഓടിക്കുക. 2 വീലേഴ്സ് ഓടിക്കുന്ന സമയത്ത് ഹെൽമറ്റും 4 വീലേഴ്സ് ഓടിക്കുന്ന സമയത്ത് സീറ്റ് ബെൽറ്റും ധരിച്ചുകൊണ്ട് കുറച്ച് കൂടുതൽ ഉത്തരവാദിത്തത്തോടും സുരക്ഷയോടും കൂടി മാത്രം വാഹനങ്ങൾ ഓടിക്കുക. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ഇത് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.